റാഗി ഒരുപാട് ഹെൽത്തിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ. പക്ഷെ പലപ്പോഴും ഇത് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ മടിയുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കണ്ടു നോക്കിയാലോ. 2 കപ്പ് വെള്ളം ആദ്യം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 കപ്പ് റാഗിപ്പൊടിയും 1/2 കപ്പ് റവയും എടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കില്ലേ, അതേ രീതിയിൽ തന്നെ ഒന്ന് നല്ല പോലെ വാട്ടിയെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ ചേർത്തിട്ട് അതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് എത്തുന്നത് വരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിതിവിടെ തുറന്ന് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് കൈ വെച്ചിട്ടൊന്ന് തൊടാൻ പാകത്തിനുള്ള ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്നും ചെറിയ ചെറിയ പീസ് എടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഭാഗം എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം എല്ലാതും ഒരേ വലുപ്പത്തിൽ തന്നെ ഞാനിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത്രയും റാഗി ബോൾസ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇതുപോലെ നമ്മുടെ റാഗി ബോൾസ് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റോളം ആവി കയറ്റിയെടുക്കാം. കാരണം ഓൾറെഡി നമ്മുടെ ഈ ഒരു പൊടിയൊക്കെ നല്ല പോലെ വെന്ത് വന്നതാണല്ലോ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതിയാവും. ഇനി അടുത്തതായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം കടുകും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ റാഗി ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യാം. പിന്നെ കുറച്ച് ചതച്ച മുളക് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാതും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഉടഞ്ഞു പോകുന്നത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ലാസ്റ്റ് ഓഫ് ചെയ്യാൻ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടോട് കൂടെ തന്നെ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചട്നിയുടെ കൂടെ അല്ലെങ്കിൽ ഇതുപോലെ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ പലപ്പോഴും കുട്ടികൾക്കൊക്കെ റാഗിയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയാവും അല്ലേ. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ അവർ ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. പക്ഷേ ഇത് ചൂടോട് കൂടെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ഓരോ ബോൾസും ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ്, സംഭവം ഈസി അല്ലേ.